ഞാനൊരു 40 വർഷക്കാലമായിട്ട് കേരളത്തില് വളരെ സജീവമായിട്ട് സമരരംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. 40 വർഷക്കാലം വളരെ സജീവമായിട്ട് സമരരംഗത്ത് നിന്നിട്ട് സമുദായ സംഘടന എന്നുള്ള നിലയിലേക്കാണ് അത് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ സമുദായ സംഘടനയിലൂടെ നമ്മളുടെ ആളുകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ സാധ്യമാവില്ല. അതിലപ്പുറത്തേക്കുള്ള ഒരു സംവിധാനമാണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ഓരോ സമരത്തിലും അത് സമരത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് നമ്മളുടെ ഇടയിൽ വേണം എന്നുള്ള ഒരു നിലയിലേക്ക് വരുന്നത്. അപ്പോ ഞാൻ ശരിക്കും ഒരു 10 വർഷത്തോളമായി വളരെ സജീവമായിട്ട് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവണം, കേരളത്തിലെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും. ഇപ്പോ കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ജീവിത നിലവാരത്തിന് മാറ്റം ഉണ്ടായത് അവരൊരു പൊളിറ്റിക്കൽ മുന്നണി സമവാക്യമായി മാറിയതിനു ശേഷമാണ് ശരിക്കും അവരുടെ ജീവിതത്തിലും അവരുടെ മേഖലയിലും അവർക്ക് കൂടുതൽ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധ്യമായി. ഈ കാലത്രയായിട്ടും കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ജാതിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ അകറ്റി നിർത്തുകയോ അയിത്തം കൽപ്പിക്കുകയോ ചെയ്ത ഒരു ജനവിഭാഗമാണ് ശരിക്കും നമ്മൾ രാഷ്ട്രീയ പാർട്ടിയിലൂടെ പോയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയിട്ടുള്ള ആളുകൾ. വോട്ട് ചെയ്യാനും ജാഥയ്ക്ക് നീളം കൂടാനും മുദ്രാവാക്യം പിടിക്കാനും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ നമ്മളാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ മാത്രം ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇങ്ങനെ നീണ്ടു പോകുന്നത്? ബാക്കി എല്ലാവരും വരുമ്പോ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും നമ്മൾ പോകുമ്പോൾ നമ്മളുടെ പ്രശ്നം പരിഹരിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അതിനെന്താണ് കാരണങ്ങൾ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് വളർന്നു വരാതെ, അങ്ങനെ ഒരു ഇടപെടലിലേക്ക് നമ്മൾ കടക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടുമ്പോ ഇത് തിരിച്ചറിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ശരിക്കും നമ്മളുടെ ഭാഗത്ത് നിരന്തരമായിട്ട് നടത്തേണ്ടത്. ഇപ്പോ ആദ്യം ഇത്തരം ഇടപെടലൊക്കെ നടത്തിയപ്പോ ഇപ്പൊ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എന്റെ അടുത്ത് പാർട്ടിയിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടു വന്നിട്ടുണ്ട്. UDF വന്നിട്ടുണ്ട്, LDF വന്നിട്ടുണ്ട്, BJP വന്നിട്ടുണ്ട്. അവരൊക്കെ അവരുടെ പാർട്ടിയുടെ ടിക്കറ്റ് എടുത്ത് അവരോടൊപ്പം നിൽക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പൊ ഞാൻ അവരോട് ശരിക്കും പറഞ്ഞത്, എന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാനൊരു സംഘടന ഉണ്ടാക്കുകയോ പാർട്ടി ഉണ്ടാക്കുകയോ ചെയ്യില്ല. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒന്നിലും ഇടപെടാതെ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഒരു താല്പര്യത്തിനനുസരിച്ച് ഇപ്പോ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഞാൻ പോയാൽ അവരുടെ ടിക്കറ്റ് എടുത്ത് അവരോടൊപ്പം നിൽക്കുമ്പോ ഞാനെന്ന ഒരു വ്യക്തിനെ അവർക്ക് സഹായിക്കാൻ പറ്റും. എനിക്ക് എല്ലാവരും നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മാറാൻ പറ്റും. പക്ഷെ ഞാൻ വന്നത് ആ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്തതുകൊണ്ട് എന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. അത് പോകാതെ തന്നെ പരിഹരിക്കാൻ എനിക്ക് നന്നായിട്ട് കഴിയും. പക്ഷെ ഞാൻ വന്നത് നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നിന്നും പൊതുസമൂഹത്തിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളായിട്ട് ഈ ആളുകൾ ഉയർന്നു വരണം, അതിന്റെ ഭാഗമാകണം. നമ്മളെ കേരളത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമ്മളെ പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കാത്തടത്തോളം കാലം അതിൽ നമ്മൾ നിന്നാലും നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉത്തരം. അപ്പൊ നമുക്കിവിടെ ഓരോ സമുദായ സംഘടനയും നോക്കാം. SNDP എടുക്കാം, NSS എടുക്കാം, ക്രിസ്ത്യൻ മിഷനറികളെ എടുക്കാം, മുസ്ലിം സംഘടനകളെ എടുക്കാം. എല്ലാവരും ഓരോ കാലഘട്ടത്തിലും അവരുടെ വോട്ട് അവർ കേന്ദ്രീകരിച്ച് ഒരു മുന്നണി സമവാക്യമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം പോയിട്ടുണ്ടാവും. ഒപ്പം പോവുകയും അവരുടെ അവകാശങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഓരോ സമയത്തും പറയുകയും അത് ചെയ്താൽ നിങ്ങൾക്ക് വോട്ട് തരും എന്നും പറഞ്ഞ് വില പേശി മേടിച്ച് അവരുടെ ജീവിത നിലവാരത്തിന് അവർ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷെ നമ്മളുടെ ഇടയിൽ ഈ സംവിധാനത്തിന് പകരം വന്നത് ഒരു 100,000 സമുദായ സംഘടനകളാണ് നമ്മളുടെ ഇടയിൽ ഉണ്ടാവുന്നത്.
ഇപ്പോഴും സമുദായ സംഘടനകൾ ഉണ്ടാവുന്നതിൽ കുറവൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും സമുദായ സംഘടനകൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രംഗത്തേക്ക് വരുന്ന സമയങ്ങളിൽ ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ അറിയുന്നത് നമ്മുടെ ദളിത് ജനവിഭാഗങ്ങളുടെ ആദിവാസി ദളിത് ജനവിഭാഗങ്ങളുടെ ഇടയിൽ 20ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെന്ന് അറിയുന്നു. എനിക്ക് പക്ഷെ അറിയില്ല ഇത് ഏതൊക്കെയാണെന്നൊന്നും. നമ്മളുടെ ആളുകളുടെ ഇടയിൽ 20 രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ അതിന്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ അവരിവിടെ എങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷെ എനിക്ക് സത്യത്തിൽ അറിയില്ല ഏതൊക്കെ 20. JRP നമ്മൾ കുറെ ആളുകളായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ കേരളത്തിൽ വളരെ ശക്തമായിട്ട് സമരം നടത്തിയതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ 35,000 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് 5 ഏക്കർ തുടങ്ങി അവസാനം വന്നപ്പോൾ 1 ഏക്കർ വരും. 1 ഏക്കർ കുറഞ്ഞു ഒരു സ്ഥലത്തും ഭൂമി വിതരണം ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ 35,000 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അതുകൂടാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇടയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അങ്ങനെയൊക്കെ വെച്ച് ചെയ്തെങ്കിലും പൂർണ്ണമായിട്ട് ഇതിനൊരു കണ്ടിന്യൂ നിരന്തരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്ന എല്ലാ ആളുകളും അതിനകത്ത് ഇൻവോൾവ് ആയി വരിക അത് നടത്തുന്നില്ല. അത് സമരം ചെയ്യുന്ന ഒരു സമയത്ത് അത് കൃത്യമായിട്ട് നടക്കുകയും നമ്മളൊക്കെ കൂലിപ്പണി ചെയ്യുന്ന ആളുകളായിരുന്നു. സമരം നിർത്തിയിട്ട് കൂലിപ്പണി പോലെയുള്ള സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പദ്ധതി അവിടെ അവസാനിച്ചു പോവുകയാണ്. അതിനൊരു തുടർന്ന് ഒരു കണ്ടിന്യൂ അതിനുണ്ടാവുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കില്ല. അപ്പൊ എന്തൊരു പ്രക്രിയ ചെയ്യുമ്പോഴും അതിനൊരു കണ്ടിന്യൂ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ നടത്തിയ സമരങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് ഗേറ്റിന്റെ പുറത്ത് ഫുട്പാത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. പക്ഷെ ഇനിയുള്ള കാലം ഫുട്പാത്തിൽ നിന്നും സമരം നടത്തി നമ്മുടെ ജീവിതം തീർന്നു പോകരുത്. നമ്മൾ നടത്തിയ സമരങ്ങൾക്കൊക്കെ പ്രതിഫലം ഉണ്ടാവണം. അങ്ങനെ പ്രതിഫലം ഉണ്ടാവുന്ന സമരം എവിടെ നടത്തിയാലാണ് ഉണ്ടാവുക എന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടത്. പാർട്ടിയായി പരിവർത്തനപ്പെടുത്തി അതിന്റെ ഇടയിൽ കൂടെ മാത്രമേ നമുക്ക് കയറിപ്പോകാൻ പറ്റൂ. അപ്പൊ അതിലേക്ക് കയറിപ്പോകുന്ന ഒരു വഴിയാണ് നമ്മളിപ്പോ തുറക്കുന്നത്. JRP എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. ഇത് ആദ്യം ഉണ്ടാക്കിയ സമയത്ത് NDA പോലെയുള്ള ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് തോണ്ടി വന്നത്. അപ്പോ കേരളത്തിലുള്ള എല്ലാ ആളുകളും എന്റെ ആത്മാർത്ഥ കൂട്ടുകാർ പോലും എന്നോടൊന്നും മിണ്ടിയിട്ടില്ല. ഞാൻ BJPയിലേക്ക് പോയി ഇവിടുത്തെ ആളുകളെ മൊത്തം അതിലേക്ക് കൂട്ടി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എതിർപ്പുകൾ വളരെ ശക്തമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ എതിർപ്പിനൊക്കെ മറികടക്കാൻ. പക്ഷെ അന്ന് അങ്ങനെ ഒരു നിലവിൽ BJP എന്റെ അടുത്ത് 3 മാസം ചർച്ച നടത്തിയത് അവരുടെ പാർട്ടിയിലേക്ക് ഞാൻ പോകണം, കേന്ദ്രത്തില് ഒരു ഉയർന്ന പോസ്റ്റിലേക്ക് എന്നെ ആ സെക്കൻഡിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യും, എനിക്ക് വേണ്ട മുഴുവൻ സൗകര്യങ്ങൾ അവര് ആ സെക്കൻഡിൽ തന്നെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞുള്ള ചർച്ചയാണ്. ഞാൻ അവരോട് പറഞ്ഞു എന്റെ ഒറ്റയ്ക്ക് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇത്തരം മേഖലയിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്നൊന്നായിട്ട് ചെയ്യാൻ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ സമൂഹത്തിന്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകാൻ അതിന് നിങ്ങൾക്ക് തന്റെ ഇടം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ആ രീതിയിൽ പറ്റില്ല, എന്നാൽ ഇതും പറ്റില്ല എന്നാണ് പറഞ്ഞത് അവർ. അങ്ങനെ പറഞ്ഞ് അവർ 3 മാസം ചർച്ച നടത്തി തിരിച്ചുപോയി വീണ്ടും അവർ എന്റെ അടുത്ത് വരുന്നത്. എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുന്നണി എന്നുള്ള നിലയിലേക്ക് വരാനുള്ള ഒരു സാധ്യത ആലോചിച്ചുകൂടെ? അപ്പോൾ എന്നാലും നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ശരിക്കും NDAയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നമ്മൾ പോയപ്പോ അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, മുന്നണി എന്നുള്ളൊരു മര്യാദ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ അത് ആവശ്യപ്പെടുകയും ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടും അവരത് ചെയ്യാത്തതുകൊണ്ട് നമ്മളിപ്പോ മുന്നണി വിട്ട് പുറത്തു പോകും. മുന്നണി വിട്ട് നമ്മൾ പുറത്തു വന്നപ്പോ ഇപ്പോ രണ്ടാമത് നമ്മൾ ചർച്ചയ്ക്കായിട്ട് വന്നത് UDF പോലുള്ള ഒരു പ്രസ്ഥാനം. UDF പോലുള്ള ഒരു പ്രസ്ഥാനം ചർച്ചയ്ക്ക് വന്നപ്പോഴും പാർട്ടി എന്നുള്ള നിലയിലുള്ള ഒരു ചർച്ചയും വേണ്ട, പാർട്ടിയിലേക്ക് വരിക എന്നുള്ളത് വേണ്ട, മുന്നണി എന്നുള്ള നിലയിലുള്ള ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ് എന്നാണ് നമ്മൾ അവരോട് സംസാരിച്ചത്. അപ്പൊ 1 വർഷക്കാലമായിട്ട് അവരുമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. നമ്മളുടെ ഈ കമ്മിറ്റിയിലുള്ള സെക്രട്ടറി ആയിട്ടുള്ള ആളുകൾക്ക് പോലും അറിയില്ല. 1 വർഷക്കാലം അവരുമായിട്ട് നിരന്തരം നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് അവസാന ഘട്ടം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഒരു ചർച്ചയിലേക്ക് എത്തിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നത്. അത് വന്ന് എന്തായാലും നാളെ നമ്മളെ UDF ഘടക കക്ഷിയായിട്ട് പരിഗണിക്കുന്ന മീറ്റിംഗ് നാളെ നടക്കുവാണ്. എന്തായാലും നാളെ അത് നടക്കും. എന്തായാലും കേരളത്തില് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും
ആരുടെയും പക്ഷത്തിൽ തലവെക്കാതെ സ്വന്തം കഴുത്തിന്റെ മേലെ അവന്റെ തല നിർത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിലേക്ക് നമ്മളൊക്കെ ഓരോരുത്തരുടെ കക്ഷത്തിൽ കൊണ്ട് തലവെച്ച് കൊടുക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അത് ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങളുടെ കഴുത്തിന്റെ മേലെ ഞങ്ങളുടെ തല തന്നെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവേശനമാണ് ശരിക്കും നമ്മൾ നടത്തുന്നത്. ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മുടെ ആളുകളുടെ പങ്കാളിത്തം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ പ്രശ്നം പരിഹരിക്കുക. കേരളത്തിലെ SC 14 MLA-മാരും ST 2 MLA-മാരും അങ്ങനെ ഓരോ ഇലക്ഷന്റെ സമയത്തും നമുക്ക് 16 MLA-മാര് നിയമസഭയിലേക്ക് പോകുന്നുണ്ട്. 16 MLA-മാര് നിയമസഭയിൽ പോയാൽ 5 വർഷത്തേക്ക് അവർ ജീവനോടെ ഉണ്ടോയെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കാരണം അവിടെ എവിടെയെങ്കിലും അവരുടെ ഒരു സംസാരം, ഒരു സംഭാഷണമോ ഒരു സ്ഥലത്ത് നമ്മൾ ഇത്ര കാലമായിട്ട് കേട്ടിട്ടില്ല. ഇനിയും ഇപ്പൊ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇനിയും നമ്മൾ കേൾക്കുന്നേ ഇല്ല. പക്ഷെ നമ്മളുടെ ആരെങ്കിലും ഒരാൾ പോയാൽ നിയമസഭയിൽ ഞങ്ങളുടെ ആളുണ്ട് എന്നുള്ള സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്ന ഒരു നിലയിലേക്ക് വരണം. അങ്ങനെ നിലയിലേക്ക് വരണമെങ്കിൽ നമ്മളിവിടുത്തെ BJP-യുടെയോ കോൺഗ്രസിന്റെയോ മാർക്സിന്റെയോ ടിക്കറ്റിൽ മത്സരിച്ച് പോകാതിരിക്കണം. അവിടെ ടിക്കറ്റിൽ മത്സരിച്ച് നമ്മൾ പോയാൽ അയാൾക്ക് പറയാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും അവിടെ എനിക്ക് ഇപ്പൊ പറയണ്ടെന്ന് പറയുമ്പോൾ അയാൾ അവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ പാർട്ടിയുടെ വിപ്പ് കാണിച്ചിട്ട് മിണ്ടി പോകരുതെന്ന് പറയും. അപ്പൊ നീ പുറത്തു പോയി മുള്ളിക്കോ എന്ന് പറഞ്ഞാൽ അയാൾ മുള്ളിയിട്ട് വരും. അവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ അയാൾ ഇരിക്കും. ഇതാണ് ശരിക്കും നമ്മുടെ കൂട്ടത്തിന് പോയ ഈ 16 MLA-മാര് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ആളുകളാണെന്ന് പോലും നമ്മളെ 5 വർഷത്തേക്ക് അവര് മറന്നു പോകും. കാരണം അവർ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പൊ സമുദായ സംഘടനയിലൂടെ നമ്മുടെ പ്രശ്നം പരിഹരിക്കില്ല എന്ന് ഇപ്പോ 40-കൾ തൊട്ട് ഉണ്ടായിട്ടുള്ള സമുദായ സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ പ്രവർത്തിച്ചിട്ടും നമ്മുടെ ആളുകളുടെ ഇൻഡിവിജ്വൽ കുടുംബത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉത്തരം. അപ്പൊ അതുണ്ടാവുന്ന ഉത്തരം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ശരിക്കും നമ്മൾ കടന്നു വരുമ്പോൾ അതിന് ശരിക്കും പൊളിറ്റിക്സ് നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഒറ്റയ്ക്ക് ഒരു സ്റ്റേറ്റ് ഭരിച്ചിട്ടുള്ള ഒറ്റ പാർട്ടി ഈ ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടായിട്ടില്ല. എല്ലാ സ്റ്റേറ്റുകളിലും മുന്നണി സമവാക്യത്തിലൂടെയാണ് അധികാരം പങ്കിടുന്ന അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരായിട്ടുള്ള നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലും അത് നടക്കില്ല. അതുകൊണ്ട് നമ്മളുടെ പ്രശ്നം പരിഹരിക്കലാണ്, പ്രശ്നം ഉണ്ടാക്കലല്ല. അപ്പൊ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മുന്നണി സമവാക്യത്തിന്റെ ഒപ്പം പോകണം. അങ്ങനെ പോകുന്ന ഒരു നിലപാട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകൾ സംസാരിച്ചു. ഇപ്പൊ മുത്തങ്ങയിൽ വെടിവെപ്പ് നടത്തിയത് അന്ന് അവിടെ ജോഗിയണ്ണ മരിച്ചത് UDF-ന്റെ കാലഘട്ടം ആയിരുന്നു, AK ആന്റണി മരിച്ച സമയത്ത്. അതാണിപ്പോ LDF-ന്റെ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിക്കുന്നത്. അതിലൂടെ LDF-ന് ഈ ആളുകള് ഒരു പുതിയ പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമാകാതിരിക്കേണ്ടത് LDF-ന്റെ ആവശ്യവും അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്തെല്ലാം തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് പറഞ്ഞാൽ ഈ ആളുകളെ മാറ്റാൻ പറ്റുക എന്ന് അവരും ആസൂത്രിതപരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് తెలుసు. ഇപ്പോ ഒത്തിരി ആളുകൾ രാഷ്ട്രീയ പാർട്ടിന്ന് മാറി മാർച്ചും ഒക്കെ വരുന്നുണ്ട്. അവർക്കൊന്നും ഒരു വിവാദവും പ്രശ്നമില്ല. ഇപ്പോ നമ്മളുടെ AK ആന്റണി അയാൾക്ക് പറ്റുന്ന കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞിട്ടുള്ള അയാളുടെ ലാസ്റ്റ് UDF-ന്റെ ഇന്ത്യയിൽ ഭരണം നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി, അയാളുടെ മകൻ പെട്ടെന്ന് പോയി BJP-യുടെ ടിക്കറ്റ് എടുത്താലും കൂടി അതിനെ കുറിച്ച് ഒരാളും ഒരു സംസാരം നടത്തി. K. കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അയാളുടെ മോൾ പത്മജ പോയി BJP-യുടെ ടിക്കറ്റ് എടുത്താൽ കൂടി അതിനെ കുറിച്ച് ഒരാളും ഉണ്ടെങ്കിൽ കേരളത്തിലെ പട്ടികജാതിക്കാരോ പട്ടികവർഗക്കാരോ എവിടത്തേക്ക് ഒരു ചെറിയ ചലനമുണ്ടായ അത് കേരളത്തിലെ ഒരിക്കലും മായ്ക്കാനാകാത്ത ഒരു തെറ്റും വിവാദവുമായിട്ട് അതിന് നിലനിന്നു. എന്തുകൊണ്ടാണ് ഇവര് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇത്തരം വ്യാഖ്യാനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചാൽ അതിന് ഉത്തരം നമുക്ക് കിട്ടും. കാരണം ഈ കാലം അത്രയും ഇവരെ കയറ്റി പൊക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളുകൾ നമ്മളാണ്. നമ്മൾ അതിൽ നിന്ന് മാറിയാൽ ഇവര് പൊങ്ങാനും
ഓടാനും പറ്റില്ല. അതുകൊണ്ട് നമ്മളെ എക്കാലത്തും ഇങ്ങനെ നിർത്തേണ്ടത് അവരുടെ ഒരു ആവശ്യവും അത്യാവശ്യവുമാണ്. അപ്പൊ അതിനെ മറികടക്കുന്ന പണിയാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു പാട്ട് പാടുന്നുണ്ട്. പാർട്ടിയിൽ ഞാനും പാടി കേട്ട് പഠിച്ചതാണ്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ രാത്രി ഉറക്കളച്ച് കഞ്ഞി പോലും വെക്കാതെ പാട്ടുപാടി നടന്നു. അവസാനം പാട്ടെല്ലാം പാടി കഴിഞ്ഞപ്പോ നമ്മൾ കൊയ്യിലും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ കൊയ്യ് നടത്താൻ നമുക്ക് കിട്ടും എന്നുള്ള ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ ആളുകൾ പാട്ടുപാടി ഇരിക്കുകയാണ്. പക്ഷെ പാടമെല്ലാം കിട്ടിയപ്പോ ഈ പാട്ടുപാടിയ ആളുകൾക്ക് എത്ര പാട്ട് കിട്ടി നോക്കുമ്പോ അവർക്ക് പാട്ട് മാത്രം, പാടമല്ല മറ്റുള്ള ആളുകൾ. അപ്പോ അവർക്ക് പാടാൻ കിട്ടുന്ന പാട്ടൊന്നും ഇനി നമ്മുടെ ആളുകൾ പാടണ്ട. നമുക്ക് പാടാൻ കിട്ടുന്ന പാട്ട് നമ്മൾ പാടി തുടങ്ങുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടിയിലൂടെ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വളരെ ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. എന്തായാലും ഇതിന്റെ നേതൃത്വത്തിൽ പോകുന്ന ആരായാലും ഈ ആളുകളുടെ പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിയമസഭയിലേക്ക് പോകുന്നത്. കേരളത്തിലെ പട്ടികജാതിക്കാരുടെ, പട്ടികവർഗക്കാരുടെ ദൈനംദിന ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് പോവുക. വേറെ ഒരു ഉദ്ദേശത്തില് പോകില്ല. വേറെ ഒരു ഉദ്ദേശത്തില് അവിടെ പോകാനുള്ള ഒരു അനുമതി നമ്മൾ കൊടുക്കില്ല, ആര് പോയാലും. അപ്പോ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഈ രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ ആദിവാസിയും ദളിതരും ഒരുമിച്ച് നിന്നാൽ, ഒറ്റക്കെട്ടായി നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒക്കെ ജീവിത നിലവാരത്തിന് മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതിലേക്ക് നമ്മൾ പോകണം. ഇപ്പോ ഉള്ള ഈ രാഷ്ട്രീയ സാധ്യത നമ്മുടെ ആളുകൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ പുറത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞു. പുറത്തുള്ള ആളുകൾ ഇപ്പോ നമ്മളെയൊക്കെ എപ്പോഴും കോർഡിനേറ്ററുടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭാഷണം, ഞങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയിലേക്ക് ലയിക്കാൻ വരികയാണ്. നിങ്ങളൊരു ഡേറ്റ് തന്നാൽ മതി, ആ ദിവസത്തേക്ക് ഞങ്ങൾ എല്ലാവരെയും വിളിക്കാം, അവിടെ നമുക്ക് ലേഖന സമ്മേളനം നടത്താം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളുണ്ട്, ഈഴവ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ നമ്മളോട് എപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മളൊക്കെ ശരിക്കും അത് ഞങ്ങളുടെ കമ്മിറ്റി ഒന്ന് തീരുമാനിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ മറ്റുള്ള ആളുകൾ എപ്പോഴും വരാൻ തയ്യാറാണ്. ഏത് സമയത്ത് വിളിച്ചാല് അവര് വണ്ടി സൗകര്യം തരാം, സാമ്പത്തികം തരാം, എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്യാം. ഒരു സമ്മേളനം നിങ്ങൾ ഡേറ്റ് പറഞ്ഞാൽ മതി, അവിടുത്തെ കാളെ കുത്തുന്ന പണിയൊക്കെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അവരെയൊക്കെ വേണ്ടെന്ന് പറയുന്നില്ല, നിങ്ങൾ എല്ലാവരും വരണം, പക്ഷെ ഞങ്ങളുടെ ആളുകളായിട്ട് ഒരു മീറ്റിംഗ് കൂടി ആരംഭിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം, എന്നിട്ട് നമ്മൾക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞാണ് നമ്മൾ അവര് നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ. അപ്പൊ നമ്മളുടെ ഈ സംവിധാനം, ഇതിനെ കുറിച്ചുള്ള ഇതിന്റെ പൊളിറ്റിക്സും വ്യാപ്തിയും ഇതിന് നേടാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മുടെ സഹോദരങ്ങളെക്കാൾ മുമ്പേ പുറത്തുള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലായി തുടങ്ങിയിരിക്കും. അപ്പൊ നമ്മുടെ ആളുകളാണ് ഇത് മനസ്സിലാക്കുന്നതിൽ കുറച്ചുകൂടെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തിരുത്ത് നമ്മൾ ചെയ്യണം. ഇപ്പോ ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ജാതിപരമായിട്ട് വേർതിരിക്കപ്പെട്ട ജനത രാഷ്ട്രപരമായിട്ട് വേർതിരിയുമ്പോൾ മാത്രമാണ് അവരുടെ കാര്യങ്ങളിലേക്ക് അവർക്ക് കടക്കാൻ പറ്റുന്നത് എന്നാണ്. ആ വാക്കാണ് നമ്മൾ പ്രാവർത്തികമാകാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, നമ്മളുടെ മോചനം നമ്മുടെ മോചനം നമ്മളിലൂടെയാണ് ഉണ്ടാവും. വേറെ ആരും നമുക്ക് ഈ മോചനം ഉണ്ടാക്കി തരില്ല. അപ്പൊ ഇതും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് എല്ലാ തരത്തിലും അയ്യങ്കാളി ആയാലും ഡോക്ടർ അംബേദ്കർ ആയാലും ഒക്കെ നമ്മളുടെ ഒരു ജീവിത മാറ്റത്തിന് വേണ്ടി നിരന്തരം പോരാട്ടം നടത്തി മൺമാങ്ങിൽ പോയ ആളുകളാണ് അവരെല്ലാവരും. നമ്മൾ അംബേദ്കറിന്റെ കാര്യം അയ്യങ്കാളിയുടെ കാര്യം മാത്രം പറയുന്ന ആളുകളായിട്ട് നമ്മൾ അധംപതിച്ചുകൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അംബേദ്കറിനെ പറയരുത്, അയ്യങ്കാളിയെ പറയരുത് എന്നല്ല, പറയണം. പക്ഷേ അതിനോടൊപ്പം ചില സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതിന് നമ്മൾ കൂടെ കൊണ്ടുപോകുന്നില്ല, അതിനെ പാതി വഴിയിൽ വെച്ച് കളയുന്നു എന്നുള്ളതാണ് നമ്മുടെ
അപ്പോ ഈ സംവിധാനത്തിന്റെ ഒപ്പം ആളുകളുടെ ദൈനംദിന ജീവിത പ്രശ്നവും കൂടി ഇതിന്റെ ഒപ്പം ചേർത്ത് കൊണ്ടുപോകേണ്ട ഒരു സംവിധാനമാണ്. അതിനെ കൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകണം. അപ്പോഴാണ് നമ്മൾ ആളുകളുടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് നമുക്കൊരു മാറ്റത്തിലേക്ക് അവരെ നയിക്കാനും അതിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് പറ്റും. ഇപ്പോ സമ്മേളനം, ഈ രണ്ട് സമ്മേളനത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ഒന്നിച്ചു കൂടും. അവരുടെ ആശയങ്ങൾ, അവരുടെ രാഷ്ട്രീയ വീക്ഷണം, അവരുടെ പ്രതിശാസ്ത്രം, ദൂരവ്യാപകമായിട്ട് അവർക്കുണ്ടായ കാഴ്ചപ്പാട്, ഇതിനെ ഒന്നും നമ്മൾ ഏറ്റെടുക്കുന്നേ ഇല്ല. അതൊക്കെ എവിടെ തുടങ്ങിയോ അവിടെ നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ ഒന്ന് തിരിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാവും. ഇപ്പൊ നമ്മൾ ഈ സംവിധാനം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ അയ്യങ്കാളി അംബേദ്കറൊക്കെ ചെയ്തു വെച്ച് പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ മനസ്സിൽ എപ്പോഴും അതിനുവേണ്ടി അഹോരാത്രം പ്രസംഗിക്കുന്ന ആളുകൾ അവരെ മാത്രം മനസ്സിൽ വെച്ചാൽ പോരാ, അവരുടെ അനുയായിയെ കൂടെ മനസ്സിൽ വെക്കണം. ഇത് രണ്ടും ഒരുമിച്ച് വെച്ചാലേ ഒരു പ്രയോജനത്തിലേക്ക് ഈ സംവിധാനത്തിന് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പൊ അതിലേക്ക് എത്തിക്കുന്ന ഒരു ഇടപെടലാണ് ഇപ്പൊ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് കേരളത്തിൽ എനിക്കറിയാം, ഞാൻ ആദ്യം ആദിവാസികൾക്ക് വേണ്ടി ഭൂസമരം നടത്തുന്ന സമയത്ത് ഒരാൾ പോലും എനിക്ക് കൂട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നു. അന്ന് ഇതെങ്കിൽ എന്തെങ്കിലും നടക്കുമോ, ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് ഇത് ഈ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഇത്തരം ആളുകളെ ഒരുമിച്ച് കൂട്ടാനൊരു സാധ്യത നമുക്കുണ്ടായി. ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചാൽ ചെയ്യാതിരുന്നെങ്കിൽ ഇതൊന്നും ശരിക്കും നടക്കൂലായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചാളുകളെങ്കിൽ കുറച്ചാളുകൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ആളുകൾക്ക് ഇതിലൂടെ അല്ലാതെ വേറെ പോകാൻ വഴിയില്ല. എല്ലാ വഴികളും അടഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോ പൊളിറ്റിക്കലായിട്ട് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പരിവർത്തനപ്പെടാൻ പോവുകയാണ്. നമ്മളുടെ ഉള്ളിൽ ഇത്തരം ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോ പല ആളുകളും ഞാനിപ്പോ സംസാരിക്കുമ്പോൾ പറയാം, ഞാൻ മടുത്തു, ഇനി എനിക്ക് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല, ഞാനാണ്. അതിലെന്ത് ചെയ്തിട്ടാണ് മടുത്തത്? നിങ്ങൾ എന്ത് ഈ സമൂഹത്തിൽ ഈ ജനങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, സമുദായത്തിന് വേണ്ടി ചെയ്തിട്ടാണ് നിങ്ങൾ മടുത്തതെന്ന് ചോദിച്ചാൽ അയാൾ ഉത്തരവില്ല. പക്ഷെ അയാൾ മടുത്തു. ഇത്രയും കാലം പ്രവർത്തിച്ച് ഞാൻ മടുത്തതാണ്. എന്താ നിങ്ങൾ പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും സംഭവം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ഇങ്ങനെ പ്രവർത്തിച്ചിന്റെ പേരിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല. പക്ഷെ ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചു, ഞാനങ്ങ് മടുത്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതല്ലേ ഈ രാഷ്ട്രീയക്കാർക്ക് ജാഥയ്ക്ക് നീളം കൂട്ടാനും വോട്ട് ചെയ്യാനും പോസ്റ്റ് വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് എന്ത് പണിയാണ് നമ്മൾ ചെയ്തത്? നമുക്ക് വേണ്ടി നമ്മളൊരു പണി ചെയ്തോ? നമ്മൾ ചെയ്തില്ല. നമുക്ക് വേണ്ടി ഒരു പണി ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. എന്തായാലും വളരെ ശക്തമായിട്ട് ഇപ്പൊ നാളെ ഇതിന്റെ പ്രഖ്യാപനം വരുവാണ്. നമ്മളെ ഘടക കക്ഷിയായിട്ട് പരിഗണിച്ചു എന്നുള്ള പ്രഖ്യാപനം നാളെ UDF കൂടി കൊച്ചിയിൽ വെച്ചിട്ടാണ് അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പൊ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തിലെ ദളിതരുടെ, ആദിവാസികളുടെ ഇന്നത്തെ ജീവിത നിലവാരത്തിന് മാറ്റം ഉണ്ടാക്കാൻ വേറെ ആരും വരില്ല, നമ്മളെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഭരണ സംവിധാനത്തിനകത്തേക്ക് പോകാൻ പറ്റുന്ന ആളുകളെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞുവിടാൻ തയ്യാറാകണം. അവരവിടെ പോയിട്ട് ഈ ആളുകളുടെ ജീവിത പ്രശ്നത്തിന് പരിഹാരം കാണുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് പറയുന്ന ആളുകളാക്കി നമുക്ക് അവരെ മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവണം. ഈ കൂട്ടായ്മയിലൂടെ ആ കാര്യങ്ങൾ ചെയ്ത് ഒരു പുതിയ ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റത്തിന് അയ്യങ്കാളി, അംബേദ്കർ ഒക്കെ തുടക്കം കുറിച്ച പോലെ ഇപ്പൊ ഉള്ള നമ്മളെല്ലാവരും അതിന്റെ ഭാഗമായി മാറുന്ന ഒരു അഭിമാന നിമിഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെ സ്ഥിരീകരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് നമ്മുടെ ലാസ്റ്റ് വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടിയിൽ കമ്പിയിലെങ്കിലും തൂങ്ങി കയറി പിടിച്ചാലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അവിടെ പോയി ഇറങ്ങുമ്പോ അവിടെ ആടുകളുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് രാത്രി 10 മണിക്ക് പോകുന്ന ലാസ്റ്റ് വണ്ടിയിൽ കമ്പിയിലടക്കം തൂങ്ങി അവിടെ പോയാലേ നമ്മൾ കാര്യം നടക്കും. അതുകൊണ്ട് നമ്മളുടെ മുമ്പിലുള്ള ഈ ലാസ്റ്റ് വണ്ടിയിൽ മുഴുവൻ ആളുകളും തൂങ്ങി പിടിച്ചാലും കയറി പോകണം. ആ ലാസ്റ്റ് അവസരത്തെ നമ്മൾ പാഴാക്കി കളയരുത്. കിട്ടിയ സന്ദർഭം നമ്മളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം.
ഒരു പൊതു മിനിമം നമ്മളുടെ ആളുകളുടെ ജീവിത പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ സംവിധാനങ്ങളും മാറ്റി നിർത്തി ഒരുമിച്ച് വരാൻ പറ്റണം. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇപ്പൊ ഇലക്ഷനിന് അധികം സമയമില്ല. നമ്മളുടെ മുമ്പിൽ കൃത്യമായിട്ട് ഒരു 4 മാസം മാത്രമേ ഉള്ളൂ. ഈ 4 മാസം കൊണ്ട് കേരളത്തിൽ ഒരു ചെറിയ മാറ്റത്തിലേക്ക് കേരളത്തിനെ നയിക്കാൻ നമുക്ക് സാധ്യമാവണം. അയ്യങ്കാളി അംബേദ്കർ ഒക്കെ തുടങ്ങി വെച്ച പ്രക്രിയ നമ്മളിപ്പോ ഏറ്റെടുക്കുകയാണ്. അത് അഭിമാനത്തോടു കൂടി ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. ഭാവിയിൽ നമ്മുടെ സമുദായവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ തലമുറയ്ക്കും കഷ്ടം ദുരിതവും നഷ്ടവും ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മളുടെ ബാധ്യതയാണ്. അത് നമ്മുടെ ഔദാര്യമല്ല, അങ്ങനെ ആരും വിചാരിക്കേണ്ട. അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നല്ല ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതി ഈ വരുന്ന നാളുകളിൽ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ. ഇപ്പൊ ഞാനൊക്കെ ഇന്ത്യയുടെ പുറത്തും കേരളത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയുന്നത് കേരളം ഒരു മോഡലാണ്, പുതിയ മോഡൽ. പക്ഷെ ഇവിടെയൊക്കെ മോഡൽ നോക്കുമ്പോൾ നമ്മുടെ ദളിതരായിട്ടുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാലും ഞാൻ പല ഈ കഴിഞ്ഞിടയ്ക്ക് പല മരണ വീട്ടിൽ പോയപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു വേദന നമുക്കൊക്കെ ശരിക്കും അനുഭവിക്കേണ്ടി. ആ വേദന എന്താന്ന് ചോദിച്ചാൽ ആളുകൾ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് അവരുടെ ആരോഗ്യം എല്ലാം ക്ഷയിച്ച് അവസാനം ചണ്ടിയായ ശരീരം മരിച്ചു കഴിയുമ്പോ അടക്കം ചെയ്യാൻ 6 അടി മണ്ണില്ല. പല സ്ഥലത്തുള്ള ആളുകൾ SNDP-കാരുടെ NSS-കാരുടെ ശ്മശാനത്തിലെ കല്ലറ വാടകയ്ക്കെടുത്ത് കുഴിച്ചിടുന്ന ഒരു ഗതികേടുള്ള ഒരു ജനത കേരളത്തിൽ. ഇവിടെ എന്ത് ജനാധിപത്യമാണ് നടന്നത്, എന്ത് സോഷ്യലിസമാണ് നടന്നത്, എന്ത് വിദ്യാഭ്യാസ സാക്ഷരതയാണ് നടന്നത്, എന്ത് മോഡലാണ് കേരളത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ ഒടികുത്തിയ മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അത് നമ്മുടെ ആളുകളുടെ ഇടയിലാണ് നടക്കുന്നത്. ഇതിനെതിരെയാണ് ശരിക്കും നമ്മൾ പ്രതികരിക്കേണ്ടത്. അതിന് പ്രതികരിക്കാൻ തയ്യാറാണ്. എന്തായാലും ഞാൻ ദീർഘമായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. നമ്മളൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. അത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. അത് ആളുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇന്ത്യയെ പോലെയുള്ള ഒരു സമൂഹത്തിൽ പോയതുകൊണ്ട്. പക്ഷെ അന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് UDF മുന്നണിയായിട്ട് സംസാരിക്കാൻ നമ്മളുടെ ഇടയിലേക്ക് വന്നത്. അന്ന് അങ്ങനെ ഒരു നിലപാട് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു മുന്നണി എന്നുള്ള നിലയിലേക്ക് സംസാരിക്കാൻ പറ്റില്ല. EMS ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തുള്ള ഒരു വ്യക്തിയാണ്. EMS പറയുന്ന ഒരു വാക്കുണ്ട്, തിന്നാൻ വരുന്ന ചെകുത്താന്റെ സഹായം മേടിച്ചാലാണ് ആ കസേരയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് തിന്നുന്നത് രണ്ടാമതായ ആലോചിച്ചാൽ മതി, ആ സഹായം ആദ്യം വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോളിസി നമ്മളുടെ ഇടയിൽ ഉണ്ടാവണം. വളരെ കൃത്യമായിട്ട് പ്രശ്നങ്ങൾ എന്തുണ്ടാവും അതൊക്കെ നമ്മൾ നിൽക്കും. പക്ഷെ അതിലേക്ക് ഇടപെട്ട് കാര്യങ്ങളിലേക്ക് വരുന്ന ഒരു തലത്തിലേക്ക് ഇപ്പോ ഞാൻ ഇന്ന് നമ്മുടെ അയ്യങ്കാളി ഇവിടെ സ്മൃതി മണ്ഡപത്തിൽ പോയിട്ടാണ് വന്നത്. അവിടെ പോയപ്പോ അറിഞ്ഞ ഒരു കാര്യം മനസ്സിലായപ്പോ എനിക്കിപ്പോ നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു തലത്തിലേക്കാണ് അവിടെ നടന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാനൊന്നും ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ അയ്യങ്കാളി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ചരിത്രമാണ്. അയ്യങ്കാളി നമ്മുടെ കൊലയരുടെയോ ആത്മഹത്യയുടെയോ കുറച്ച് ആളുകൾ എന്നുള്ളതിൽ അപ്പുറത്തേക്ക് കേരളത്തിന്റെ ഒരു ചരിത്രമാണ്. ആ കേരളത്തിന്റെ ചരിത്രത്തെ പോലും നമുക്കൊന്നും നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇവരുടെയൊക്കെ പിൻഗാമി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിനെങ്കിലും നിർത്താൻ നമുക്ക് കഴിയണ്ടേ? അതുപോലും ഇല്ല. നമ്മൾ അതിനുവേണ്ടി 100,000 സംഘടന ഉണ്ടാക്കി ഇവരുടെ ചരമോ ജന്മമോ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ആ ചരിത്രത്തെ പോലും ഒന്നും നിലനിർത്താൻ നമുക്ക് കഴിയുന്നു. നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നാണക്കേടാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സംവിധാനത്തിനൊക്കെ നിലനിർത്താൻ കഴിയാത്ത നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ എന്ത് ധാർമ്മിക അവകാശമാണ് നമുക്കുള്ളത്? ഒരു ധാർമ്മിക അവകാശം ഇല്ല. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റേണ്ടതുണ്ട്, മാറ്റിയെടുക്കുക. എന്തായാലും ഒരു നല്ല തുടക്കമാവട്ടെ. എന്തായാലും പുതിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വരുന്നതിന്റെ അതിന് നിർമ്മിച്ച ശില്പികളായിട്ട് നാളുകളിൽ നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നതിനോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും വരുന്ന ആളുകളിൽ നമ്മുടെ ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു ജീവനുള്ള ചലിക്കുന്ന മനുഷ്യത്വം മരവിക്കാത്ത മനുഷ്യരായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറട്ടെ.
പ്രസംഗം എന്നുള്ളതിലുപരി പ്രവൃത്തിയിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങണം. പ്രസംഗമല്ല നമ്മളുടെ ഇടയിൽ വേണ്ടത്. പ്രസംഗിക്കാൻ നമുക്ക് 100,000 ആളുകളുണ്ട്, പ്രവർത്തിക്കാൻ നമ്മുടെ ഇടയിൽ ആളുകളില്ല. ഈ പ്രവർത്തനത്തിലൂടെ ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രസംഗം വേണ്ടതല്ല, വേണം. പക്ഷെ 1 മണിക്കൂർ പ്രസംഗവും 5 മണിക്കൂർ പ്രവർത്തനവും വേണം. ആ രീതിയിലേക്ക് നമ്മളൊന്ന് മാറേണ്ടതുണ്ട്. അങ്ങനെ മാറി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. എന്തായാലും ഇവിടെയുള്ള മുഴുവൻ ആളുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പോയി പൊളിറ്റിക്സ് എന്താണ് അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആളുകളാണ്. അവരോട് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നത് ഒരു അധിക പ്രസംഗം എന്നുള്ള നിലയിലേക്ക് ആവും എന്നുള്ളത് കൊണ്ട് ആ രീതിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ സംവിധാനം വരുന്നതിന് എല്ലാ കൂട്ടായ്മയും വളരെ ശക്തമായി ഉണ്ടായി നമ്മുടെ ജനത്തിന്റെ പ്രശ്നം പരിഹരിക്കട്ടെ. വരുന്ന ആളുകളിൽ നമ്മുടെ ഒരു കുഞ്ഞ് എനിക്കൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉണ്ടാകാത്ത രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്ത് കൂട്ടായ സമരത്തിലൂടെ ചെയ്യാം. അതിനോടൊപ്പം നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഈ മീറ്റിംഗ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എന്റെ